കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് 2026. കൊച്ചി രാജഭരണകാലത്ത് തൃപ്പൂണിത്തുറയിൽ അത്തമറിയിക്കൽ ചടങ്ങിന് ഉപയോഗിച്ചു വരുന്ന വാദ്യോപകരണമായിരുന്നു നഗാര. ഈ ഒരു ചടങ്ങിന്റെ പേരാണ് ദേശമറിയിക്കൽ എന്നത്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ ഡി സജിത് ബാബു. ആശ്വാസകിരണം പദ്ധതിയുടെ പുതുക്കിയ പ്രതിമാസ ധനസഹായം 1000 രൂപയാണ്. 2010 ഈ ഒരു പദ്ധതി തുടങ്ങിയത്. ഇപ്പോൾ 35,000 പേരോളം ഉണ്ട്. കിടപ്പ് രോഗികൾ, ഭിന്നശേഷി വിഭാഗക്കാർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കാണ് ആശ്വാസകിരണ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. 2026 ഓഗസ്റ്റിലെ ഭൂകമ്പത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം കൊളംബിയ. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക ചടങ്ങിൽ ചെങ്കോട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കും. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണിത്. ഗോത്രവിഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയുമായി കൈകോർക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനാണ് ഈ ഒരു പദ്ധതിയുമായി കൈകോർക്കുന്നത്. ഇനി മുതൽ സംസ്ഥാനങ്ങളുടെ പ്രകൃതിദത്ത ധാതുക്കളുടെ ഖനനം, നിയന്ത്രണം തുടങ്ങിയവയുടെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. മൈൻസ് ആൻഡ് മിനറൽസ് ഭേദഗതി നിയമം പാസാക്കിയതോടു കൂടിയാണ് ഈ ഒരു അധികാരം കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നത്. യുവേഫ സൂപ്പർ കപ്പ് കിരീടം നേടിയത് PSG. 2026 പുരുഷ വനിതാ ഹോക്കി ലോകകപ്പ് വേദികൾ ബെൽജിയം ആൻഡ് നെതർലൻഡ്സ്. ചമോലി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്.